ശ്രീ ശ്യാംരാജ്, 2023 മുതൽ 2023-ലെയും 2024-ലെയും നരേന്ദ്രമോദിയുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ പ്രതികരണങ്ങൾ, ചിലത് പാർലമെന്റിലാണ്, ചിലത് പൊതുസമ്മേളനങ്ങളാണ്, പലതവണ പറഞ്ഞിട്ടുണ്ട്. ഈ പരീക്ഷാ ക്രമക്കേടുകൾ, സക്സസേ കഠി നിയമം എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഏറ്റവും നിയമം വരെ ഉണ്ടാക്കി ഞങ്ങൾ, ഇനി ശിക്ഷയാണ്, അർഹിക്കുന്ന ശിക്ഷ, എന്തൊക്കെ വാചകങ്ങൾ പറഞ്ഞു. ഇതേതാ വർഷം? 2026 ആയി. 23, 24, 25, 26 ഒന്നും നടന്നില്ല. ആര്യ, ഒന്ന് ആര്യയുടെ ചോദ്യമുണ്ട്, രണ്ട് പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും പ്രതിനിധികൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. എനിക്കതിന് ഉത്തരം തരാൻ വേണ്ടിയിട്ടുള്ള വേണ്ട സമയം തരണം. കാരണം ഇന്ന് ഇതിനകത്ത് കേന്ദ്രമായിട്ട് നിൽക്കുന്നത് ഓക്കെ നോക്കൂ ആര്യ, നമ്മൾ 2023 ഇറങ്ങിയ 12th ഫെയിൽ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടാവും. മനോജ് കുമാർ ശർമ്മ എന്ന് പറയുന്ന അദ്ദേഹം 12ാം ക്ലാസ് തോറ്റിട്ടും IPS നേടിയൊരു കഥയാണ്. അപ്പോൾ ആ കഥയല്ല, അതിൻ്റെ ബയോഗ്രഫിയാണ്, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം 12th തോക്കാൻ വേണ്ടിയിട്ട് കാരണം ബീഹാറിൽ അദ്ദേഹത്തിൻ്റെ പരീക്ഷയ്ക്ക് 12ാം ക്ലാസ്സിൽ കോപ്പി അടിച്ചോ എന്ന് അധ്യാപകർ പറഞ്ഞിട്ട് അദ്ദേഹം കോപ്പി അടിക്കാതെ ഇരുന്നതുകൊണ്ടാണ്. നമ്മുടെ രാജ്യത്ത് ഈ തരത്തിലുള്ള പേപ്പർ ലീക്കേജുകളും കോപ്പിയടികളും എന്ന് പറഞ്ഞൊരു യാഥാർത്ഥ്യമായി ആണ് ആര്യം. നോക്കുക, അതാണ് ഞാൻ 2004 മുതലുള്ള കാര്യം ഞാൻ ഡേറ്റ എടുത്തിട്ട് ഞാൻ വന്നത്. അത് മാത്രമല്ല, അതിൻ്റെ പിന്നോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ സമയത്തുമുണ്ട് അതിങ്ങനെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു. കേരളത്തിൽ പോലും ഉണ്ടായിട്ടുള്ള 2025-ലാണ് ക്രിസ്മസ് പരീക്ഷയുടെ പേപ്പർ ചോർന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പേപ്പർ ചോർന്നിട്ടുള്ള കാര്യങ്ങളുണ്ട്. 2024-ലെ നീറ്റിന്റെ പരീക്ഷയുടെ പേപ്പർ ചോർന്നപ്പോൾ കേന്ദ്ര സർക്കാർ എന്താണ് ചെയ്തിട്ടുള്ളത്? ആദ്യമായിട്ട് തന്നെ ഒരു നിയമം കൊണ്ടുവന്നു, പബ്ലിക് എക്സാമിനേഷന്റെ നിയമം കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ രാധാകൃഷ്ണൻ സാറിന്റെ നേതൃത്വത്തിലുള്ള ISRO മുൻ ചെയർമാന്റെ നേതൃത്വത്തിലുള്ള ഒരു ഉന്നതാധികാര കമ്മിറ്റിയെ രൂപീകരിച്ച് അവരുടെ കൂടി സജഷൻസ് എടുത്തു. അതുകൂടി കൊണ്ടാണ് അടുത്ത 2025 വലിയ പ്രശ്നമില്ലാതെ പോയത്. 2026-ൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? 2026-ൽ ഈ 13, ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മലയാളം അടക്കം 13 ഭാഷകളിൽ നീറ്റിന്റെ പരീക്ഷ പേപ്പറുണ്ട്. ഇതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല, ഹിന്ദിയും ഇംഗ്ലീഷും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം മിടുക്കരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് ഭാഷ അറിയാത്തതിന്റെ പേരിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പോകാതിരിക്കരുതെന്നുള്ള സ്വതുദ്ദേശപരമായിട്ട് നീറ്റ് 13 ഭാഷകളിൽ പരീക്ഷ എഴുതാമെന്നുള്ള റൂൾ കൊണ്ടുവന്നപ്പോൾ അത്തരത്തിൽ മറാത്തി ഭാഷയിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വന്നിട്ടുള്ള കുൽക്കർണിയാണ് ചോദ്യം പേപ്പർ അവിടെ നിന്ന് ലീക്ക് ചെയ്തിട്ടുള്ളത്. ഇനി അങ്ങനെ വന്നപ്പോൾ എന്താണ് നടപടി എടുത്തിട്ടുള്ളത്? പെട്ടെന്ന് തന്നെ CBIയുടെ അന്വേഷണം നടത്തി. അതിനുശേഷം പുതിയ നിയമം, ഇന്നലെ പുതിയ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ കൊണ്ടുവന്നു. പുതിയ ബില്ല് അടുത്ത തിങ്കളാഴ്ച ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞാൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്നു. അങ്ങനെ അതിശക്തമായിട്ടുള്ള നടപടികൾ എടുത്തുകൊണ്ട് തന്നെ പോവുകയല്ലേ ആര്യ. നോക്കൂ, ഈ ചോദ്യപേപ്പർ ചോർച്ച എന്ന് പറയുന്നത് കേവലം കേന്ദ്ര സർക്കാർ ഇടപെട്ടതുകൊണ്ട് മാത്രം തീരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? 2024-ൽ ജാർഖണ്ഡിലെ പേപ്പർ ലീക്കായത് എങ്ങനെയാണ്? അവിടുത്തെ സ്കൂൾ പ്രിൻസിപ്പാളും വൈസ് പ്രിൻസിപ്പാളും കൂടി ചേർന്നിട്ടാണ് ആ പേപ്പർ ലീക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രോങ് റൂം തുറന്നു കൊടുത്തത്. കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തത്? അതിനകത്തും കൂടുതൽ സ്ട്രിക്ട്നെസ് കൊണ്ടുവന്നു. ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് CCTVയുടെ സർവൈലൻസ് കൊണ്ടുവന്നു. ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞു. അത് മാത്രമല്ല, 2026-ലെ റീടെസ്റ്റ് കൊണ്ടുപോയത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഫ്ലൈറ്റിലും ഹെലികോപ്റ്ററിലും വരെ കൊണ്ടുപോയി. അത്ര ത്വരിതഗതിയിൽ അത്ര കമ്മിറ്റഡ് ആയിട്ട് കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനിയും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? നമുക്ക് സഭയിൽ ചർച്ച ചെയ്യാം, നമുക്ക് പ്രതിപക്ഷവുമായിട്ട് കൂടി ചേർന്ന് സഭയിൽ ചർച്ച ചെയ്യാം, നിങ്ങൾക്ക് സജഷൻ പറയൂ, ചെറുപ്പക്കാർ സജഷൻ പറയൂ എന്ന് വളരെ പോസിറ്റീവായിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അവിടുത്തെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ 2 പരീക്ഷ റദ്ദാക്കി. എന്തുകൊണ്ടാണ്? 2 പരീക്ഷകളുടെ ചോദ്യ പേപ്പർ ലീക്കായി. ഉത്തരാഖണ്ഡ് ആരാ ഭരിക്കുന്നത്? BJP ആണ്. ആര്യ, കഴിഞ്ഞ ദിവസം PSCയുടെ ചോദ്യ പേപ്പർ ഉച്ചയ്ക്ക് ശേഷമുള്ളത് രാവിലെ തുറന്ന് പൊട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ PSC പരീക്ഷ മാറ്റിവെച്ചില്ലേ? അതൊക്കെ നിഷ്കളങ്കമായിട്ട് പൊട്ടിച്ചാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല, അത് നിഷ്കളങ്കമായിട്ട് പൊട്ടിച്ചു പോയെന്നാണ് ആരും ഇപ്പോഴും വിശ്വസിക്കുന്നത്. അല്ലല്ല, പൊട്ടിച്ചെടുത്തില്ലേ? അത് നിഷ്കളങ്കമായിട്ട് പൊട്ടിച്ചു എന്നാണ് ആരും വിശ്വസിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല. അത് വേണമെന്നല്ല ഞാൻ പറയുന്നത്, പാടില്ല. അതിനെതിരെയാണ് പുതിയ ബില്ല് കൊണ്ടുവരുന്നത്. വലിയ രീതിയിൽ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് സാധിച്ചു. അതിനെതിരെയാണ് പുതിയ ബില്ല് കൊണ്ടുവരുന്നത്. ഇനി ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ കാര്യത്തിന് എനിക്ക് ഉത്തരം കൊടുക്കണം. അദ്ദേഹം ചോദിച്ചത് 86 ദിവസങ്ങൾക്ക് 83-ാം ദിവസമാണ് ജനാധിപത്യ മര്യാദ ഉണ്ടായെന്നാണ് ചോദിച്ചത്. 2022-ൽ, അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യ പേപ്പർ ചോർന്നിട്ടുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് അശോക് ഗെഹ്ലോട്ട് ഭരിക്കുമ്പോൾ രാജസ്ഥാനാട്ടോ. 2022-ൽ രാജസ്ഥാനിൽ ചോദ്യ പേപ്പർ ചോരുന്നു. അന്നത്തെ അവരുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ഗോവിന്ദ് സിംഗ് ടോട്ടാസ്ര അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ അദ്ദേഹത്തോട് രാജിവെക്കാൻ വേണ്ടി സമരക്കാർ ചോദിക്കുമ്പോഴത്തേക്കും മീഡിയസ് ചോദിക്കും, നിങ്ങൾ രാജിവെക്കുമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം എന്താ പറയുന്നതെന്നറിയോ? അതിന് ഞാനല്ലോ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയത്.
ഞാൻ അതായത് മന്ത്രിയല്ലല്ലോ ചോദ്യപേപ്പർ തയ്യാറാക്കിയെന്ന് അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി ചോദിക്കുക. അത് മാത്രമല്ല, അവിടെ സമരക്കാരെ പോലീസ് തല്ലിച്ചതച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് പോലീസിന്റെ ഡ്യൂട്ടിയാണ് നിയമം കൊണ്ടു നടക്കുക എന്നുള്ളതും അല്ലാതെ ലഡു വിതരണം ചെയ്യലല്ല പോലീസിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാൻ എന്താ ചെയ്തിട്ടുള്ളത്? ചെറുപ്പക്കാരോട് സംസാരിച്ചു. ചോദ്യപേപ്പർ ലീക്കായി. അദ്ദേഹം നേരിട്ട് പ്രസ് മീറ്റ് നടത്തി ചെറുപ്പക്കാരോട് പറഞ്ഞു ലീക്കായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി റീടെസ്റ്റിനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു. ഇന്ന് തന്നെ എത്ര മാന്യമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ രാജിക്കത്തിൽ പോലും എത്ര മാന്യമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ അതാണ് കോൺഗ്രസിന്റെ ജനാധിപത്യ ബോധവും BJPയുടെ ജനാധിപത്യ ബോധവും തമ്മിലുള്ള വ്യത്യാസം. ഈ കയ്യിൽ പണ്ട് രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി ഇന്ദിരാഗാന്ധി പേപ്പറിന്റെ വില മാത്രം കൊടുത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഇല്ലാതാക്കിയിട്ടുള്ള ഭരണഘടന കയ്യിൽ വെച്ചിട്ട് ഈ സംവിധാനം എന്ന് പറഞ്ഞാൽ മാത്രം ജനാധിപത്യ ബോധം ഉണ്ടാവില്ല. അതിന് കുറച്ച് കമ്മിറ്റ്മെന്റ് ഒക്കെ വേണം. ആ കാര്യങ്ങൾ ചെയ്യണം. അത് മാത്രമാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാൻ പറ്റുള്ളത്. പിന്നെ ഈ SFIയുടെ പ്രതിനിധി പറഞ്ഞിട്ടുള്ളത്, ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 10 വർഷം നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ ഡൽഹി പോയി സമരം ചെയ്തു, നല്ല കാര്യമാണ്, പോയി ചെയ്തോ, എല്ലായിടത്തും നടക്കട്ടെ. അതൊക്കെ നിങ്ങൾ വിദ്യാർത്ഥി സംഘടന എന്നുള്ള രീതിയിൽ ചെയ്യണം. ഞാനും വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയും ദേശീയ സെക്രട്ടറിക്ക് ആയിരുന്നാണ് ABPയുടെ. ആയിക്കോട്ടെ, നല്ല കാര്യം നിങ്ങൾ ചെയ്തു. ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ 10 വർഷം നിങ്ങൾ എവിടെയായിരുന്നു? എത്രയെത്ര PSCയുടെ ചോദ്യപേപ്പറുകൾ ഈ സംസ്ഥാനത്ത് ലീക്ക് ചെയ്തു മാത്രം. നസീം ശിവചരൺ എന്നും പറഞ്ഞിട്ടുള്ള ആ ചെറുപ്പക്കാർ 2 പേര് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിങ്ങളുടെ പ്രവർത്തകരെ തന്നെ കുത്തുകേസിൽ പുറത്തായതല്ലെങ്കിൽ ജനങ്ങൾ അറിഞ്ഞതല്ലെങ്കിൽ അവർ കോപ്പി അടിച്ച കാര്യം അറിയായിരുന്നോ? ആ SFIയുടെ നേതാക്കന്മാർക്ക് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കോപ്പി അടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത അധ്യാപകരുള്ള ഒരു സംസ്ഥാനത്തിന്റെ പ്രതിനിധിയല്ലേ നിങ്ങൾ? ഇനി PSC ചോദ്യപേപ്പർ ചോർന്നപ്പോൾ ഇവിടുത്തെ ചെറുപ്പക്കാർ മണ്ണുമാരത്തിൽ നിന്ന് സമരം ചെയ്തപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങളുടെ ജനാധിപത്യ ബോധം? ഇവിടുത്തെ ചെറുപ്പക്കാർ മുട്ടുകുത്തി സമരം ചെയ്തപ്പോൾ എവിടെയായിരുന്നു നിങ്ങളുടെ ജനാധിപത്യം? ഒറ്റ പോയിന്റ് ഇവിടെ എന്തായാലും ഒറ്റ മിനിറ്റ്. ധർമ്മേന്ദ്ര പ്രധാൻ സമരക്കാരെ തീവ്രവാദികളൊന്നും വിളിച്ചിട്ടില്ല. പക്ഷെ നക്സലുകളെന്നും പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വെടിവെച്ച് കൊന്നൊരു സംഭവമുണ്ട്. 1979 ഈ സമരത്തിന്റെ ഫണ്ടിങ്ങിനെ കുറിച്ച്, ഈ സമരത്തിൽ ആരൊക്കെയുണ്ട്, ദേശദ്രോഹികളാണ്, എന്തൊക്കെ പറഞ്ഞിരുന്നു? അതൊക്കെ പോട്ടെ, ഈ സമരത്തിനൊന്ന് പിന്തുണ പ്രഖ്യാപിച്ച ടൊവിനോ തോമസിന് വീടിന് മുന്നിൽ നിങ്ങൾ പോയി പ്രതിഷേധിച്ചില്ല. അതിന്റെ ഒക്കെ ആവശ്യമുണ്ടായിരുന്നു. ഇപ്പൊ നോക്കൂ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ രാജിവെക്കുകയാണ്. അതൊക്കെ ചെയ്തിട്ടല്ലേ ഈ പറയുന്നത്? നമ്മൾ 70കളിലേക്കും 80കളിലേക്കും ഒക്കെ പോകണം. അതിനു മുമ്പ് ഇന്നത്തെ കുറിച്ച് സംസാരിക്കൂ. ഇന്നല്ലേ നമ്മുടെ യുവതലമുറയുടെ വിജയ ദിവസമല്ലേ ഇന്ന്? അവരുടെ വിജയ ദിവസമാണ്. അപ്പം 70കളിലേക്കും 80കളിലേക്കും പോകണോ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അത് പഴയ കാര്യമായതും അത് പഴയ സർക്കാർ ആയതിനും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. അല്ല ആര്യ, അതിനകത്തൊരു പ്രശ്നമുണ്ട്. കാരണം ഇന്നത്തെ മാത്രം കാര്യം സംസാരിച്ചാൽ മതി എന്ന് പറയുന്നത് യാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. ഇത് അതിനകത്ത് ആര്യയുടെ ഒരു പൊളിറ്റിക്സിനെ പോലും എനിക്ക് സംശയിക്കേണ്ടി വരും. കാരണം ഇന്ന് ഇതെല്ലാം BJPയുടെ തലയിലോട്ട് മാത്രം ചാർത്തി തരാൻ വേണ്ടിയിട്ട് ഒരു പൊളിറ്റിക്സ് ആണെന്ന് സംശയിച്ചാലും തെറ്റു പറയാൻ വേണ്ടി പറ്റില്ല. കാരണം ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടതിനെ കുറിച്ച് ചോദിച്ചതും ശ്യാം കേൾക്കാനിട്ടാണോ? ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം.